ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് അനന്തകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഇതൊരു സൂചനാ സമരമാണ്. നമ്മുടെ 5 പഞ്ചായത്ത് മെമ്പർമാരും ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നതുവരെ ഈ സമരത്തിൽ നടത്താനാണ് നമ്മുടെ തീരുമാനം. കഴിഞ്ഞ 6 മാസക്കാലമായി കൂടുന്ന എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളിലും നമ്മൾ 5 പേരും നിരന്തരം ഈ തെരുവിളക്ക് കത്തിക്കുന്നതിനെ പറ്റി സംസാരിക്കാറുണ്ട്, ആവശ്യപ്പെടാറുണ്ട്. എന്തായാലും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇത് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയുകയല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ ഇവർ ഭരണസമിതിയിലെ ഭരണകർത്താക്കൾ എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന് ഒരുങ്ങിച്ചില്ല. നമ്മുടെ മനഃപൂർവ്വം വരെ ഓണക്കാലമായിട്ട് സമരത്തിലോട്ട് വലിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഓണം 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഓണമാവും. ഇരുവിളത്ത് എല്ലാ വാർഡിലും 20 വാർഡിലും, ഇപ്പം നമ്മുടെ 5 പേരുടെ വാർഡുകൾ മാത്രമല്ല, 20 വാർഡിലും ഒരു സ്ട്രീറ്റ് ലൈറ്റും കത്തുന്നില്ല. കഴിഞ്ഞ പദ്ധതി സമയത്ത് വകയിരുത്തി അത് കോൺട്രാക്ട് കൊടുത്തു. സമയാസമയങ്ങളിൽ ആ കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് അവരാരും സമയത്തിൽ വന്ന് ഈ മെയിൻ്റെനൻസ് നടത്താത്തത്. അപ്പം അതുകൊണ്ട് നമുക്കിത് കഴിഞ്ഞ കമ്മിറ്റിയിലും നമ്മൾ ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ കമ്മിറ്റിയിൽ നമ്മൾ പ്രതിഷേധം ഉയർത്തി, നമ്മൾ 5 മെമ്പർമാരും അത് പ്രതിഷേധം ഉയർത്തി. അത് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരു സാക്കി എന്നുള്ള രീതിയിൽ നമ്മൾ ആ സമരം നടത്തി പറഞ്ഞു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് 31-ാം തീയതി തീർച്ചയായിട്ടും ആ മെയിൻ്റെനൻസിൻ്റെ 3 വണ്ടികൾ വരും. എന്തായാലും ഓണത്തിന് മുമ്പായിട്ട് തെരുവുവിളക്കിൽ കത്തിക്കുന്നുള്ളതാണ്. നമുക്ക് ആർക്കും വാർഡുകളിൽ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പഞ്ചായത്തിലോട്ട് ഓഫീസിലോട്ട് വരുമ്പോൾ തന്നെ എൻ്റെ വാർഡിലുള്ളവരൊക്കെ പരാതിയാണ്. നമുക്ക് വാർഡുകളിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, ആൾക്കാരെ മറ്റു കാര്യങ്ങളിൽ ഫേസ് ചെയ്യാനൊക്കുന്നില്ല, തെരുവുവിളക്കൽ കത്താത്ത കാരണം. നമുക്ക് ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മഴക്കാലം എല്ലാ റോഡും പുല്ല് പിടിച്ച് ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നു. റോഡുകളെല്ലാം കുഴിഞ്ഞു കിടക്കുന്നു. അത് വേറൊരു സത്യാവസ്ഥ. പിന്നെ അതിലൂടെ പോകുമ്പോഴത്തേക്കും ഈ പാമ്പ് വർഗത്തിൻ്റെ ശല്യം കാരണം പല ദുരനുഭവങ്ങളും നാട്ടുകാർക്കുണ്ടാവുന്നു. അതിന് നമുക്ക് ഒരു ശാശ്വത പരിഹാരം നമ്മൾ എന്നും ഈ ഭരണസമിതിയിൽ വന്നിരുന്ന് പോകുന്നുള്ള ഒരു ധാരണയാണ് ഈ ഭരണസമിതിക്കാർക്കുള്ളത്. അപ്പം അത് നമുക്ക് പറ്റൂല. നമ്മുടെ സമരം കോൺഗ്രസ്സുകാർ അതുകൊണ്ട് മിതവ സമരത്തിലേക്കാണ് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ധാരണ. നമ്മൾ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ സമരത്തിൻ്റെ രൂപവും ഭാവമൊക്കെ മാറും. പിന്നെ അത് ചില പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റ് ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നവരെ നമ്മൾ ഇവിടെ ഇരിക്കാനാണ് നമ്മുടെ തീരുമാനം. ഓണക്കാലമായതോടെ ഓഗസ്റ്റ് 31-ന് മുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ മുഴുവൻ തെരുവുവിളക്കുകളും പ്രകാശിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിയതായും ഈ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലീന റഫീഖ്, വത്സലകുമാരി, ജയന്തി കൃഷ്ണ, കടയറ ജയചന്ദ്രൻ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. തെരുവുവിളക്കുകൾ പൂർണ്ണമായും പ്രകാശിപ്പിക്കുന്നതുവരെയും ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സമരം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.